നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അത് കൊള്ളാം. ഞാൻ ഇങ്ങോട്ട് വരാതെ പിന്നെ? എന്റെ ഹസ്ബൻഡ് മോനും ഇവിടെ അല്ലേ താമസിക്കുന്നത്? ജസ്റ്റിസിനൊക്കെ വന്നേ, ഞാനാ പറയുന്നേ. ഈ ടാബ്ലറ്റ് കഴിക്കേ. അവളിപ്പോ എന്തിനാ വന്നേ? നമുക്ക് ചോദിക്കാം. ജസ്റ്റിസിനത് കഴിക്കേ. ചേച്ചി ഇത്രയും വർഷം എവിടെയായിരുന്നു? ഇനി ഒരിക്കലും തിരിച്ചു വരില്ല പറഞ്ഞു ജസ്റ്റിസിനെ മോനെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ എന്തിനാ വന്നേ? ഞാൻ വന്നതില് നിനക്കെന്താ പ്രോബ്ലം? നീ എന്ന് മുതലാ ഇവിടെ? കുറച്ചായി. എന്തിനു? എനിക്ക് പകരം കയറി കൂടിയതാണ്. ചേച്ചി ആകെ മാറിപ്പോയി. സംസാരവും പെരുമാറ്റവും എല്ലാം. ഇവാനവിടെ? ഇറങ്ങാനായോടി കൊച്ചേ? അപ്പച്ച വേണ്ട. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൺമുമ്പിൽ വരുവടി. പ്രേമോളെ, ഇവാൻ പോയോ? ആ, അവനെ രാവിലെ ജസ്റ്റിസും കൊണ്ടാക്കി. ഇറങ്ങി പോടി. ഞാനതിന് അപ്പച്ചന്റെ വീട്ടിലല്ല നിൽക്കുന്നത്. ചേച്ചി, മമ്മി, എനിക്കിങ്ങനെ ഒരു മോളില്ല. ഇതെന്റെ വീടാ, ഞാനാ പറയുന്നേ. ഇറങ്ങിപ്പോടി. എനിക്ക് മോനെ ഒന്ന് കാണണം. എന്റെ മോനെ ആര് കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അവൻ എന്റെയും കൂടെ മോനാ. അവന്റെ തള്ള ചത്തു. പോ, ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോടി. അപ്പച്ചൻ തന്നെ അത് പറയണം. ഞാൻ അപ്പച്ചന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം വേണ്ടെന്ന്. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പൊ ഞാൻ തെറ്റുകാരിയല്ലേ? ഇത്രയില്ലാത്ത കൊച്ചിനെ കളട്ട് പോയ നിന്നെ പിന്നെ കന്യാമറിയെന്ന് വിളിക്കാടി. സമ്മതിച്ചു, ഞാൻ ആ ചെയ്തത് തെറ്റാ. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാതിരുന്നോണ്ടാ. എന്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോവാൻ മാത്രം എന്ത് ഇഷ്യൂ ആയിരുന്നടി നിനക്കുണ്ടായിരുന്നേ? നിങ്ങളുടെ ഫോട്ടോസ് വല്ലതും ലീക്ക് ചെയ്ത് എന്നെ എല്ലാം അറിയിക്കുന്നു പറഞ്ഞോ? അത് വല്ലതുമായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ അവൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷയായിരുന്നു അവന്റെ ജീവിതം തകർത്തത് ഞാനാ എന്ന പഴിപേറി ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുക? കല്യാണം ഉറപ്പിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയതിന് മുമ്പെങ്കിലും നീ ഇങ്ങനെ ഒരു അഫയറിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് സന്തോഷത്തോടെ പറഞ്ഞു വിട്ടേനെ നിന്നെ. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി മോനെ, ക്ഷമിക്ക്. എനിക്ക് ആരുടെയും മാപ്പ് വേണ്ട. ഞാനും എന്റെ മോനെ അനുഭവിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. നിന്നെ ഇനി എനിക്കോ എന്റെ മോനോ വേണ്ട. നീ ഇല്ലെങ്കിലും ഞങ്ങളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അത് മതി. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇവാനെ കാണണം. പറ്റില്ല. ഇതൊക്കെ അന്ന് ചിന്തിക്കണമായിരുന്നു. എനിക്കൊരു കുടുംബമുണ്ട്, കുഞ്ഞുണ്ട്, ഒരു പ്രേമത്തിന്റെ പേരിൽ ഉപേക്ഷിക്കാനുള്ളതല്ല ഇതൊക്കെയെന്ന്. നിങ്ങളെ രണ്ടുപേരും പ്രേമവും വേണ്ടാത്ത കൂട്ടുകെട്ടും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു തന്നെയല്ലേ വളർത്തിയത്? എന്നിട്ടും നീ എന്റെ വാക്ക് ധിക്കരിച്ച ഒരുത്തനെ പ്രേമിച്ച് അവൻ ആശ കൊടുത്തത് എന്റെ തലയിൽ കൊണ്ടുവെക്കണ്ട. അപ്പച്ച, ഞങ്ങള് രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളാ, ഒരു ഫീലിങ്സ് ഇല്ലാത്ത റോബോട്ടുകളല്ല. മതി നിന്റെ വിശദീകരണം. ഇറങ്ങിപ്പോക്കെ. എന്റെ കൊച്ചിനെ കാണാതെ ഞാൻ പോവില്ല മമ്മി.
പറ്റില്ല പറഞ്ഞില്ലേ. ജസ്റ്റിസിനൊന്ന് വന്നേ. ചേച്ചി ഇവാനെ കണ്ടാ പോകുമെങ്കിൽ കണ്ടോട്ടെ. ഇല്ല റിയ, ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ എന്റെ കൊച്ചിനെ കാണിക്കില്ല. അല്ലാതെ പോവില്ല പറഞ്ഞ ഇവാൻ സ്കൂൾ വിട്ടു വരുമ്പോ ഇങ്ങനൊരു സിറ്റുവേഷൻ അവൻ കാണണോ? എന്നിട്ട് ഞാൻ അവളോട് എന്താ പറയണ്ടേ? ഇതാ നിന്റെ റിയൽ മമ്മി, നിന്നെ കാണാൻ വന്നതാണെന്നോ? അതൊന്നും വേണ്ട. ചേച്ചി അവനെ മാറി നിന്ന് കണ്ടിട്ട് പൊക്കോളൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവള് പോയതുപോലല്ല വന്നേക്കുന്നത്. അതെനിക്കും തോന്നി. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കുക പോലും ചെയ്യാതിരുന്ന ചേച്ചിയാ. ഇപ്പൊ കാണുമ്പോ എനിക്ക് പേടിയാവുക. എന്ത് വന്നാലും അവളെ ഞാൻ ഇവാനെ കാണിക്കില്ല റിയ. എന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് പോകുമ്പോ അവക്കുള്ളതുള്ളതുപോലെ പറഞ്ഞിട്ട് പോവായിരുന്നു. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇവാനെ കണ്ടിട്ട് പൊക്കോട്ടെ ജസ്റ്റിച്ച. അവരിറങ്ങിക്കാണോ? ഏയ്, ഇറങ്ങിയെങ്കിൽ അവൻ വിളിച്ചാണ്. ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് വരും പറഞ്ഞിട്ട് റിയ എന്താ വരാതിരുന്നേ? റെസ്റ്റിലായോണ്ടാവും. ചേച്ചി, ഇവാനെ കാണിക്കാം. പക്ഷെ കണ്ട ഉടനെ തിരിച്ചു പോണം. എന്റെ കൊച്ചിനെ കാണാൻ നീ എനിക്ക് പെർമിഷൻ തരുന്നു? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ചേച്ചി കൊച്ചിനെ കണ്ടിട്ട് പോയത്. ജസ്റ്റിനെ, നേഹ, ഇരിക്കും ചേച്ചി. വാവയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അമ്മച്ചിയുടെ അടുത്താ. കഫക്കെട്ട. ആ, മമ്മി മെൽവിൻ ചേട്ടായുടെ വൈഫാ. ആ, ഇരിക്കും മോളെ. ഇവളെന്താ ഇവിടെ? ഒരു കൊച്ചുണ്ടായിരുന്ന കാര്യം ഇപ്പോഴാ ഓർമ്മ വന്നേ. അതിനെ കാണാൻ വന്നതാ. കൊച്ച് പോയപ്പോ അതിന്റെ ചിന്തയില്ലായിരുന്നോ? അതൊക്കെ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ കാരണം പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജസ്റ്റിനെ, ഇനി ഇവിടെ നിന്ന് എന്തിനാ നീ എല്ലാവരുടെയും മാറിയിരിക്കുന്ന കേൾക്കുന്ന? ഇറങ്ങി പൊക്കൂടെ? പോകാൻ തന്നെയാ വന്നേ. ഞാനായിട്ട് എന്റെ ജീവിതം തൊലച്ചെന്ന് എനിക്കറിയാം. പക്വതയില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയി. ആരും എന്നോട് ക്ഷമിക്കണ്ട, എന്നെ സ്വീകരിക്കുകയും വേണ്ട. എന്റെ കുഞ്ഞിനൊന്ന് കാണാൻ അനുവദിച്ചാ മതി. പോയപ്പോ അതിനെ കൂടെ കൊണ്ടുപോവായിരുന്നില്ലേ? പാല് കൊടുക്കാനെങ്കിലും. ഞാൻ ഇല്ലെങ്കിൽ ഇവാന് നിങ്ങൾ എല്ലാരും ഉണ്ടാവും. പക്ഷെ ആൽബിക്ക് ആരും ഇല്ലായിരുന്നു അപ്പച്ച. ഇതൊക്കെ സ്വന്തം കൊച്ചിനെ കണ്ടിട്ട് പോകാനുള്ള കാരണമല്ല നേഹ. എനിക്ക് എന്റേതായ ശരികളുണ്ട് മമ്മി. ഇവാനെ കാണാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. മോനെ, ഞാൻ അവളെ ന്യായീകരിക്കല്ല. പക്ഷെ കണ്ടിട്ട് പോവാണെങ്കിൽ പൊക്കോട്ടെ. അതേടാ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് എന്താടാ കാര്യം? പ്ലീസ് ജസ്റ്റിച്ച. ശരി, നീ പോയി അവനെ കൂട്ടിയിട്ട് വാ. ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞോളാം. റിയ, അവന്റെ ഒരു ജോഡി കളർ ഡ്രസ് എടുത്തിട്ട് മെൽവിന്റെ കൈ കൊടുക്ക. എന്തിനാ ജസ്റ്റിച്ച? നീ കാറിൽ നിന്ന് അവന്റെ യൂണിഫോമും ID കാർഡും ചേഞ്ച് ചെയ്തേക്ക്. അവൻ എവിടെയാ പഠിക്കുന്നതെന്ന് അവൾ അറിയണ്ട. ഓക്കെ? ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. എന്താ ഇതൊക്കെ? വീട്ടിലെത്തിയിട്ട് പറയാം. ഇതാ. ശരി, ഞാൻ പോയിട്ട് വരാം. ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടടാ. ഇന്ന് കണ്ടിട്ട് പോകുന്നത് മതി. ജസ്റ്റിന് ഇഷ്ടമില്ലാത്തിടത്തോളം കാലം ഇവാന്റെ പേരും പറഞ്ഞ് നീ തിരിച്ചു വരരുത്. എന്നെ പറഞ്ഞുവിടാൻ ധൃതിയായല്ലേ അപ്പച്ചന്? അല്ല, ഇവാൻ വരുമ്പോ ഇവര് രണ്ടും ഒരുമിച്ചുള്ളത് പ്രശ്നാവില്ലേ? അത് ശരിയാണല്ലോ. അവനൊരു കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കൊച്ചല്ലേ, അതുകൊണ്ട് നീ ചേച്ചി പോകുന്നത് വരെ ഒന്ന് മാറി നിൽക്ക്. അല്ലെങ്കിൽ നീ ഹോസ്റ്റലിലേക്ക് പൊക്കോ, അപ്പച്ചൻ കൊണ്ടാക്കും. വേണ്ട, ഇനിയിപ്പോ നാളെ കൊണ്ടാക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ നീ അവനോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. അവനൊന്നും അറിയില്ല. പോരാത്തേന് അവൻ റിയ അവന്റെ മമ്മീന്നാ വിചാരിച്ചിരിക്കുന്നെ. ഓഹോ. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടി ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാമോ?
വെണ്ണ എനിക്കെന്റെ മമ്മി പോവാനായോ? മമ്മി എന്തിനാ കരയുന്നേ? സ്നേഹമിനി വേണം അലയണമീ കിനാച്ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. മമ്മി ഇന്ന് പോണ്ട, നാളെ പോവാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവാൻ, മമ്മിക്ക് ഇന്ന് തന്നെ പോണെന്ന് പറഞ്ഞതല്ലേ, എന്താ ഒച്ചയിടല്ലേ? പ്ലീസ് പപ്പ. പപ്പ മമ്മിയുടെ സാറിനെ വിളിച്ച് പറ. മോനെ, മമ്മി ഇത്രയും ദിവസം ലീവല്ലായിരുന്നു. ഇന്ന് ഒരു ദിവസം കൂടെ പ്ലീസ് അമ്മമ്മേ. ഛേ, ഇവാൻ, ഈ കാര്യത്തിൽ നീ വാശി പിടിക്കണ്ട, നടക്കില്ല. ഇങ്ങോട്ട് വാ, മമ്മീനെ കൊണ്ടുപോകാൻ വന്നതാ ഇവര്. ഞാൻ കാല് പിടിക്കാം, ഇന്ന് ഒറ്റ രാത്രി പ്ലീസ്. ജസ്റ്റിസാണോ? പ്ലീസ് പപ്പ, നാളെ മമ്മി പൊക്കോട്ടെ. നമുക്കിനി മമ്മീനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. താങ്ക് യു. വാ മമ്മി, ഒരു കോമഡി പറഞ്ഞാ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയപ്പോ എന്റെ ഫ്രണ്ട് നിവിനില്ലേ, റിയമോളെ, വാ പോവാം. ഇവിടെ നാളെ ഹോസ്റ്റലിലാക്കിയാ പോരെ? ആ, ഹോസ്റ്റലിലേക്ക് നാളെ വിടുന്നുള്ളൂ. പക്ഷെ ഇവര് രണ്ടും ഇവിടെ എങ്ങനെ നിക്കാ? വാ ഇറങ്ങാം. ഇവിടെ നാളെ വീട്ടിൽ നിന്ന് പോക്കോട്ടെ ഹോസ്റ്റലിലോട്ട്. മോളെ, ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. സാരല്ല ആന്റി, പോട്ടെ മോളെ. വാ ഇറങ്ങാം. ജാമത്തിൽ മിഴിக்கிறேன் ജന്നൽ വഴി തൂങ്ങും നിലാ ഓഹോ കാഴ്ചലിൽ. ഡാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ? ഒന്ന് തീരുമ്പോ ഒന്ന് വരും. ഏയ്, നാളെ അവള് പോകുമ്പോ എല്ലാം ശരിയാവും. വാ പോവാം. തല്ലാടും മനം കണ്ണിൽ കാതൽ വരം. എന്നിട്ട് അവൻ ചമ്മിപ്പോയി. മമ്മി എന്താ വിഷമിച്ചിരിക്കുന്നേ? ഹോസ്റ്റലിൽ പോകുന്നോണ്ടാണോ? എനിക്കും വിഷമമുണ്ട് മമ്മി. മമ്മി പോണ്ട. മമ്മി ഇനി പോണ്ടാന്ന് വിചാരിച്ചാലും മമ്മിക്ക് പോയേ പറ്റൂ. അതെന്താ? എല്ലാരും മമ്മീനെ പറഞ്ഞു വിടും. ആര്? എല്ലാരും. മമ്മി വൈകി റെസ്റ്റ് എടുത്തോ? ഏയ് പോവല്ലേ, മമ്മിക്കിനി മോനെ കാണാൻ പറ്റില്ല. ഏയ്, പപ്പ സമ്മതിച്ചതാണല്ലോ വീട്ടിൽ മമ്മീനെ വന്ന് കാണാന്ന്. ഓ, പപ്പയ്ക്ക് മമ്മീനോട് ഭയങ്കര ഇഷ്ടാ തോന്നുന്നു. അത് മമ്മിക്ക് അറിയില്ലേ? ആദ്യം ദേഷ്യായിരുന്നേലും ഇപ്പൊ ഭയങ്കര ഇഷ്ടാണ്. കഴിക്ക്. പപ്പ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഈ പപ്പയ്ക്ക് പിന്നെയും ഭ്രാന്തായോ? അയ്യേ, ഗ്രീൻ പീസ് നിനക്ക് ഇഷ്ടല്ലേ? അതാണ് മമ്മിക്ക് അറിഞ്ഞൂടെ? സോറി, മറന്നുപോയി. മോനെന്നാ പഞ്ചസാര ഇട്ട് കഴിക്കേ. ഐസ്, ഞാൻ അങ്ങനെ കഴിക്കില്ലെന്ന് മമ്മിക്ക് അറിയാലോ. എനിക്ക് വേണ്ട ഫുഡ്. ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. അത് ശരിയാ, ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഓക്കേ. അവിടെ എന്താണോ നടക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. ചേച്ചിയോട് വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ ജസ്റ്റിസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. അവള് തിരിച്ചു വന്ന സ്ഥിതിക്ക് അവർക്കൊരു കുടുംബമായി മുന്നോട്ട് പോക്കൂടെന്നാ. പക്ഷെ അവൻ സമ്മതിക്കില്ല. ലോകത്ത് ഏത് ഭർത്താവാടി സമ്മതിക്കാൻ പോണേ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ നിന്നെ കണ്ടവടി വെട്ടിക്കൊന്നേനെ. അത് ശരിയാ, പക്ഷെ അവള് പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ.
എന്നെ കിട്ടുന്നതിന് മുമ്പ് നിനക്ക് ഒരുത്തൻ ഇഷ്ടമായിരുന്നല്ലോ, എന്നിട്ട് നീ അവന്റെ കൂടെ പോയോ? അത് ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞേ. കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കെട്ടി ഉണ്ടായ കുട്ടീനെ കളഞ്ഞിട്ടാണോ പോണ്ടേ? എന്നാ പിന്നെ സ്നേഹിച്ചവർക്ക് കെട്ടിച്ചു കൊടുത്താ പോരെ? മതിയായിരുന്നു. പിന്നെ എല്ലാ അപ്പന്മാരും ചെയ്യുന്നത് ഞാനും ചെയ്തോളൂ. അതിന് തള്ളേ മക്കളും കൂടെ ഇങ്ങനെ തിന്നാൻ വരണ്ട. ആ, എന്തെങ്കിലും അത്ഭുതം ഇന്ന് രാത്രി സംഭവിച്ചുകൂടാന്നില്ലല്ലോ. എന്തത്ഭുതം? എന്തൊക്കെ പറഞ്ഞാൽ അവര് ഭാര്യയും ഭർത്താവുമല്ലേ. ജസ്റ്റിന് ഒരു കൂട്ടിലാണ്ട് എത്ര വർഷമായി കഴിയുന്നു. അവനൊന്ന് ക്ഷമിച്ച് അവരൊന്നിച്ചാലോ? മോള് പോയി കിടന്നോ? എന്റെ കർത്താവേ, അവളുടെ സർവ്വ പാപങ്ങളും പുറത്ത് അവരെ ഈ രാത്രി ഒരുമിപ്പിക്കണേ. നീ കിടന്നോ? ഇല്ല. അവിടെ എന്താ സ്ഥിതി? അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്തിന്? മോനാവശ്യത്താക്കാൻ. ഓ, അത് എന്തേ? ഒന്നുമില്ല. സീരിയസ്ലി? ഞാൻ വിചാരിച്ചു ജസ്റ്റിച്ചിനെയാണ്. നല്ല പേടിയുണ്ടല്ലേ? മമ്മിയൊക്കെ ഇപ്പോ ജസ്റ്റിച്ചൻ ചേച്ചിയോട് ക്ഷമിച്ച് നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോ. അത് അവരല്ലല്ലോ തീരുമാനിക്കണ്ടേ. റിയ, ഐ ലവ് യു ആൻഡ് ഐ ഓൺലി ലവ് യു. ഹലോ, ഐ ലവ് യു ടു. മമ്മി, ഞാൻ പപ്പയുടെ കൂടെ കിടന്നോട്ടെ? അതെന്താ? ഒന്നുമില്ല, പപ്പയെ മിസ് ചെയ്യുന്നു. ഓക്കെ പപ്പ, ഞാൻ ഇവിടെ കിടന്നോട്ടെ? എന്തു പറ്റി? മമ്മി വല്ലതും പറഞ്ഞോ? ഏയ്, പിന്നെന്താ? അല്ലെങ്കിൽ മമ്മി എന്ന് പറഞ്ഞ ചാവുന്ന ആളാണല്ലോ. എന്താ അറിയില്ല, മമ്മി ഹഗ് ചെയ്യുമ്പോ വേറെ ആരോ ഹഗ് ചെയ്യുന്ന പോലെ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പപ്പ, അതാ ഇങ്ങോട്ട് വന്നേ. വാ. മമ്മി പോവാ. ഉം, മോന് സങ്കടല്ലേ? ഉണ്ട്. ബൈ. ബൈ മമ്മി. ബൈ. യൂണിഫോം ഇട്ടില്ലെങ്കിൽ മിസ് ചീത്ത പറയില്ലേ? ഇല്ല, ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞോളാം. തിരിച്ചു വീട്ടിലോട്ടല്ലേ? ഞാനും വരട്ടെ? സ്വന്തം വീടിന്റെ അഡ്രസ് ഇപ്പോഴും അത് തന്നെയാ. വല്ല ഓട്ടോയും വിളിച്ച് പോവാൻ നോക്ക്. അയ്യോ, ഇവളിന്ന് അങ്ങേരുടെ കൈ കൊണ്ട് ചാവും. എന്താ? ഞാൻ എന്റെ ഷെയർ മേടിക്കാൻ വന്നതൊന്നുമല്ല. നീ കാലത്ത് തന്നെ അപ്പച്ചനോട് വഴക്കിടാൻ വന്നതാണോ? അല്ലേലെ വർഷങ്ങളായിട്ട് ഇവിടെ ആർക്കും സമാധാനമല്ല. അതെ, ഞാനാണല്ലോ എല്ലാവരുടെയും മനസ്സമാധാനക്കേട്. എനിക്ക് പിന്നെ ഇത്രയും വർഷം നല്ല സുഖമായിരുന്നല്ലോ. ഒരു കുറ്റബോധത്തിന്റെ പുറത്ത് ആൽബിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതിന് കാരണം ഞാനാണെന്ന് തിരിച്ചറിവ് കാരണം പോയി. ഇവാനെ കളഞ്ഞിട്ട് പോകാനുള്ള മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഓടുന്ന ബസിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടിയ 2 കാലം നഷ്ടപ്പെട്ട ആൽബിയെ പണിയെടുത്ത് ശുശ്രൂഷിക്കാൻ പോയ ഞാൻ എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയിട്ടോ. ഇവരെ കൂടെ കൊണ്ടുപോയി ഒരു രാജകുമാരനെ പോലെ ജീവിക്കേണ്ട അവന്റെ ജീവൻ നശിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒന്നുമില്ലെങ്കിലും അവിടെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതെ, നിന്നോടുള്ള ദേഷ്യം അവൻ തീർത്തത് ഞങ്ങളെ 7 കൊല്ലം ഇവനെ കാണിക്കാതെയാ. ഞങ്ങൾ അവനെ കണ്ടു തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ, അതും റിയ കാരണം. ഒരിക്കലും വീട്ടിലാ പറഞ്ഞു പോയതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ വന്നേ? അവൻ നോക്കി അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? അവൻ മരിച്ചു പോയപ്പച്ച. അവൻ പോയി. നീയോ? റിയ റെഡിയായോ പോവാൻ? ഇല്ല, റൂമിലുണ്ട്. ഇവളിതെന്ത് ചെയ്യാ?
നീ റെഡി ആയില്ലേ? പോണ്ടേ? എന്താടി? അപ്പച്ചൻ എവിടെയാ? പുറത്തോട്ട് പോകുന്നുണ്ട്. ജസ്റ്റിച്ച, എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയോ? എന്നതാടി? ചേച്ചി പോയതിന് ചേച്ചിയുടേതായ ഒരു ശരിയുണ്ടെങ്കിൽ ജസ്റ്റിച്ചിന് മാപ്പ് കൊടുക്കാൻ തോന്നിയ മാപ്പ് കൊടുക്കും. എന്നിട്ട് അവളെ സന്തോഷത്തോടെ പറഞ്ഞു വിടും. എന്നതാടി നിനക്ക്? അവളെ കണ്ടപ്പോ കിളി പോയോ? എനിക്കറിയില്ല ജസ്റ്റിച്ച, എടുത്ത് ചാടണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അതെന്താ? ജസ്റ്റിച്ച എന്റെ കൈവിട്ട് പോകുമെന്നൊരു പേടി. എവിടെയും പോവില്ല, ആർക്കും വിട്ടു കൊടുക്കുകയില്ല. റിയ മോളെ, ആ ജസ്റ്റിൻ എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഹോസ്റ്റലിലാക്കാൻ. ആ, അവളൊരു മാസം കൂടെ ഇവിടുന്ന് പോയി വന്നോട്ടെ. അതെന്താ? നേഹ പോവാ UK-ക്ക്. അതുവരെ എന്താ ഇപ്പൊ എല്ലാവർക്കും അവളോടൊരു സോഫ്റ്റ് കോർണർ? പെറ്റ വയറായി പോയില്ലേ? എല്ലാം കേട്ടപ്പോ ഒരു വിഷമം. എന്ത് കേട്ടപ്പോ? റിയ പറയും. എനിക്കും എല്ലാം കേട്ടപ്പോ സങ്കടായി. സത്യം പറഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ ആരുമില്ലാത്ത അവസ്ഥയായി. ഇവാൻ സ്കൂളിൽ പോയോ? ഇവാൻ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. രാത്രി വരെ കിടക്കാൻ എന്റെ അടുത്ത് വന്നു. അതെന്താ? മമ്മീനെ കെട്ടിപ്പിടിക്കുമ്പോ വേറെ ആരെയോ കെട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാൻ. ഇതിപ്പോ ഒരു ശിക്ഷ ഒരമ്മ എന്ന നിലയ്ക്ക് അവൾക്ക് ഇനി കിട്ടാനില്ല. ഞാൻ ഇറങ്ങട്ടെ. മോനെ. ആ മമ്മി. നിനക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കേ. എനിക്കിപ്പോഴും ഒന്നേ പറയാനുള്ളൂ, എല്ലാം എന്നോട് പറയായിരുന്നു. ഇനി ഞാൻ കാരണം നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട. ഞാൻ എല്ലാം മറക്കാം. മോനെ, എല്ലാത്തിനും ഒരു വിധത്തിൽ ഞാനാ കാരണം. ഞാനാ നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ? എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ഒരു മിനിറ്റ്. ചോദിക്കുന്നത് അത്യാഗ്രഹമാണോന്ന് അറിയില്ല. സ്വന്തം മകളെ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ ആഗ്രഹമായി കണ്ടാ മതി. ഇവാനെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്കിനി ഒന്നിച്ച് ജീവിച്ചൂടെ? നീ അവരെ വിട്, നമുക്കത് പിന്നെ ആലോചിക്കാം. നേഹ, എന്റെ കൂടെ ജീവിച്ച 1.5 വർഷത്തിൽ എപ്പോഴെങ്കിലും നീ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. നിക്ക്. എല്ലാരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഉടനെ തന്നെ UK-ക്ക് പോകും. അതിനു മുമ്പ് എന്റെ ഒരു ആഗ്രഹം നിങ്ങൾ എല്ലാവരും സാധിച്ചു തരണം. സാധിച്ചു തരുന്ന മമ്മി എനിക്ക് വാക്ക് തരണം. കാര്യം എന്താണെന്നറിയാതെ. ജസ്റ്റിസിന്റെ കാര്യമല്ല, പേടിക്കണ്ട. മമ്മി വാക്കുതാ. ശരി, നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാം. വാക്ക്. എങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് റിയമോളുടെ കല്യാണം നടക്കണം.
1 മാസത്തിനുള്ളില്. പ്ലീസ് മമ്മി, ഞാൻ ഇനി തിരിച്ചു വരുമെന്ന് പോലും എനിക്കറിയില്ല. നടത്തായികൊന്നുമില്ല, നമുക്ക് നോക്കാം. അപ്പച്ച എനിക്ക് പഠിക്കണം. നിന്റെ കല്യാണം അവളോട് ചെയ്തതിനൊരു പ്രായശ്ചിത്താക്കുമെങ്കില്, അതോ നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അത് നടത്താം. പറ റിയ മോളെ, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നോ ഇഷ്യൂസ്. അപ്പച്ചനൊന്ന് നോക്കട്ടെ. ഞാൻ കുറെ നേരം നിന്നോട് എന്താ കാര്യം ചോദിക്കുന്നു. നേഹ എന്തേലും ചൊറയാക്കിയോ? ആ, അവൾക്ക് റിയയുടെ കല്യാണം കാണണം പോലും, എന്നാലേ UK കെട്ടിയെടുക്കൂന്ന്. ഓ, അപ്പൊ അവള് പോകുന്നതിന്റെ സങ്കടാണോ നിനക്ക്? എടാ പൊട്ട, റിയ ആണോ എന്റെ പ്രോബ്ലം? അതും ശരിയാ, ഈ കാലത്തൊരു പെങ്കൊച്ചിനെ എന്ത് വിശ്വസിച്ചാ കെട്ടിച്ചുവിടാ? എടാ മന്ദബുദ്ധി, ഐ ലവ് ഹെർ. ആരെ? റിയേനെയാ? ആ, നീയോ? അതല്ലേ ഇപ്പൊ പറഞ്ഞേ. നീ ഇത് വിവരക്കേടാണ് ഈ പറയുന്നേ. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? എടാ, അവള് നിന്റെ പെങ്ങളല്ലേ? ഇതെങ്ങാനും അവൾ അറിഞ്ഞ ആ കൊച്ചിന്റെ ചങ്ക് പൊട്ടിപ്പോവാടാ. ഞാനെന്നാ അങ്ങോട്ട്. എന്നാലും ഇതെങ്ങനെ? നമ്മൾ ഇനി എന്ത് ചെയ്യും ജസ്റ്റിച്ച? ഞാൻ സംസാരിക്കട്ടെ അവരോട്. എന്നെ കൊല്ലും. ഞാൻ എങ്ങനെ അപ്പച്ചന്റെയും മമ്മിയുടെയും മുഖത്ത് നോക്കുക? അവർക്ക് ചേച്ചി ജസ്റ്റിച്ചിന്റെ കൂടെ ജീവിക്കണമെന്ന്. അത് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ കൊച്ചേ? അതെനിക്കറിയാം, പക്ഷെ അവരങ്ങനെ ചിന്തിക്കുമ്പോ നമ്മുടെ കാര്യം അറിഞ്ഞാ എന്നെ മോശമായി കാണൂലേ? ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ. എന്നാലും എന്നാ ഇത് ഇവിടെ വെച്ച് നിർത്താം. பூவே உள்ளிருந்து பேசும் ஒத்த குரல் போதும். பிஞ்சு விரல் எங்க, கொஞ்சம் குரல் எங்க? அஞ்சுகமே கண்ணே, அஞ்சுகமே கண்ணே, அஞ்சுவண்ண பூவே. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നീ ചായ കുടിക്കടാ. വേണ്ട, കുറച്ച് ബിസ്ക്കറ്റ് കൂട്ടി. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ കല്യാണരാമം കളിക്കുന്നോ? സോറിയടാ. എന്തോന്ന് സോറി? എന്നാലും റിയയും നീയും, നീ ഇനി നേഹയാണെന്ന് കരുതി? നോ, ഞാൻ സ്നേഹിച്ചത് റിയേനെയാ. എന്നാലും എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്നാ ഈ പെപ്സി കുടിക്കി. നാണമില്ലേ ഇങ്ങനെ പറയാൻ? നമ്മൾ നാളെയും കാണണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. എന്താ ആലോചിച്ചിരിക്കുന്നത്? ചേച്ചിക്ക് വേറെ ഒന്നും ആഗ്രഹിക്കാൻ കണ്ടില്ലേ? നിനക്ക് അഫയർ ഒന്നുമില്ലല്ലോ, പിന്നെന്താ? നിന്നെ അപ്പച്ചൻ വിളിക്കുന്നുണ്ട്. നിനക്ക് ഏതോ ഒരുത്തനെ കണ്ടുപിടിച്ച മട്ട. അവരെ എനിക്ക് അറിയാന്നേ. അതാ ഞാൻ പറഞ്ഞേ, കൊച്ചപ്പൻ നമ്മുടെ കൺവെർട്ടർ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ മോളെ, നിനക്ക് അപ്പച്ചന്റെ ഷോപ്പിന്റെ ഓപ്പോസിറ്റുള്ള ടെക്സ്റ്റൈൽസ് അറിയില്ലേ? അവരുടെ ഇളയ ചെക്കൻ ഓൾറെഡി അവർ നിന്നെ ചോദിക്കാനിരിക്കുവായിരുന്നു. നല്ല ഫാമിലിയാണോ അപ്പച്ച? ആന്നേ, അല്ലാതെ ഞാനിത് വന്ന് പറയൂ? എന്താ മോളെ നിന്റെ അഭിപ്രായം? എനിക്ക് പഠിക്കണം അപ്പച്ച. അതും ആ മോൻ പ്രത്യേകം പറഞ്ഞു, എത്ര വേണേലും പഠിക്കാന്ന്. ഇനി ഇവിടെ നിന്ന് പഠിക്കാനാണെങ്കിൽ അവർക്ക് അതും സമ്മതം. അല്ല പഠിച്ചിട്ടേ കല്യാണം എങ്കിൽ അതിനും റെഡിയാ. പക്ഷെ നിശ്ചയം നടത്തണം. അതൊരു ന്യായമായ ആവശ്യം.
നല്ല ചെറുക്കനാ മോളെ, നമ്മുടെ ജസ്റ്റിനെ പോലാ. മമ്മീനെ വിളിക്ക്. ഓക്കേ. ഹായ് മമ്മി. ചക്കരേ. ആഹാ, മമ്മിയുടെ മൂഡ് ഔട്ട് ഒക്കെ മാറിയോ? മൂഡ് ഔട്ടോ? ആ, ഇന്നലെ. ആ, അത് മാറി. ഇത് മമ്മിയുടെ റൂമാ? ആ. വീട് പോലുണ്ട്. ആ, ഇവിടെ ഇങ്ങനെ. ഞങ്ങൾ ഈ സൺഡേ മമ്മീനെ കാണാൻ വരുമല്ലോ. ആഹാ. നമുക്ക് മൂവിക്ക് പോവാം. യെസ്, ആൻഡ് നിന്റെ ഫേവറേറ്റ് പ്രോൺസ് ബിരിയാണി. ഏയ്, മമ്മിയുടെ മുഖത്തെന്താ ഒരു വൈക്ലഭ്യം? അതെന്താ പപ്പ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. പൊടി. ഇപ്പൊ പ്രസന്നത വന്നല്ലോ. ഒന്നും വന്നില്ല, ഞാൻ വിളിക്കാം. നീ കഴിച്ചോ? കുറച്ച്. അതെന്താ? വിളിക്കാന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ മമ്മീനെ വിളിക്കാൻ പറഞ്ഞത് എനിക്ക് മമ്മീനോട് സംസാരിക്കാനാ. എന്നിട്ടിപ്പോ എന്താ ഇവിടെ നടക്കുന്നേ? അയ്യോ, സോറി സാർ. ഇതിപ്പോ നിങ്ങൾ വേണ്ടിയപ്പോ ഞാൻ ഔട്ടായി. പക്ഷെ എനിക്ക് ഇഷ്ടായി. എന്ത്? ലവ് ലവ്. അവൻ ഉറങ്ങിയോ? ഇനി പറ. ഒരാലോചന വന്നു. ഇവരൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മുട്ട. ഏതാ അവൻ? അറിഞ്ഞിട്ടെന്തിനാ? പോയി പ്രശ്നം ഉണ്ടാക്കാനാ? വേണ്ടി വന്ന. അവരെന്ത് ചെയ്തിട്ടാ? എന്നാ അപ്പച്ചനോട് പറയട്ടെ. അയ്യോ, എനിക്ക് പേടിയാ. പിന്നെ നിന്നെയും കൊണ്ട് ഒളിച്ചോടാൻ പറ്റുമോ? ധീരപുരുഷന്മാരൊക്കെ അങ്ങനെ. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ എനിക്കുണ്ട്. അത് ശരി. ഇതെങ്ങനാ ജസ്റ്റിസ് ഒന്ന് അവതരിപ്പിക്കുക? അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്റെ പെണ്ണെ. നോക്കിയാ മതി. എന്നാ നിങ്ങക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ ആ കോന്തനെ കിട്ടിപ്പോവും. എന്നാ അവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. ഇത് നിന്റെ നൈറ്റ് ഡ്രസ് ആണോ? എനിക്കങ്ങനെ നൈറ്റ് ഉണ്ടായിരുന്നില്ല. എന്തേ? ഒന്നുകിൽ നീ കിടക്കാതെ നേരെ എഴുന്നേറ്റിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോൾ ഇടാം. ഇല്ലെങ്കിൽ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് മതിൽ ചാടാൻ വയ്യ, അതുകൊണ്ടാ. നീ വെച്ചേ? ഇല്ല. വെച്ചിട്ട് പോടി പ്ലീസ്. ശരി. അവരോടൊപ്പം സൺഡേ വരാൻ പറയാം. എന്താടി? ഒന്നുമില്ല. നിനക്ക് അപ്പനോട് പറയാൻ ധൈര്യമുണ്ടോ? നിനക്ക് ജസ്റ്റിന് ചാൻ ഇഷ്ടാണ്? എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ നീ? ചേച്ചി, ഞാൻ അവരോട് പറയട്ടെ? ചേച്ചി പ്ലീസ്. എന്നാ ഈ വന്ന ആലോചനയ്ക്ക് നീ ഓക്കെ പറഞ്ഞു. എന്താ ഓക്കെ പറയല്ലേ? പറയില്ലേ നീ? ഇല്ല. എന്ത് പറഞ്ഞാലും എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി. ഈ ഒരു വാശിയാ എനിക്കില്ലാതെ പോയത്, എന്റെ ജീവിതം തൊലച്ചത്. സത്യം പറഞ്ഞ തിരിച്ചു വന്നപ്പോ ജസ്റ്റിനിച്ചായൻ എല്ലാം പുറത്ത് എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ജസ്റ്റിനിച്ചായന്റെ ഭാര്യ ആവാൻ സാധിച്ചാലും എന്റെ മോന്റെ അമ്മയാവാൻ എനിക്ക് സാധിക്കില്ലെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, പെറ്റമ്മയായ എന്നേക്കാൾ അവന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന്. ഞാൻ ഒരിക്കലും ജസ്റ്റിനിച്ചായനെ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഇനി എത്ര ശ്രമിച്ചാലും അവരുടെ ലൈഫില് നിനക്ക് പകരാവാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെടുത്ത തീരുമാനം തന്നെയാ ശരി. എല്ലാവർക്കും. അപ്പച്ചനോടും മമ്മീനോടും ഞാൻ പറഞ്ഞോളാം. ഡിവോഴ്സ് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗലി ഞാൻ നിങ്ങൾക്കൊരു തടസ്സമാവില്ല. ഞാൻ ഉടനെ പോവും.
അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ ഉണ്ട്. അപ്പോ നിന്റെ ജസ്റ്റിച്ചനോട് നീ തന്നെ ഈ ഹാപ്പി ന്യൂസ് പറഞ്ഞേക്ക്. ഞാൻ വിളിക്കാം. ഇതാരാ പപ്പ? മമ്മീനെ പോലെ ഉണ്ടല്ലോ. ഞാൻ നിന്റെ മമ്മിയുടെ സിസ്റ്റർ. ഹായ് ആന്റി. ആന്റി പോവാ. മോള് ടോയ്സൊക്കെ അയക്കാട്ടോ. ഉണ്ടാകിറായ് തുണ്ടാകിറായ് ഉന്നാൽ കായം കൊണ്ടിനേ காயத்தை நேசித்தேனே என்ன சொல்ல நானும் இனி நான் கனவிலும் வசித்தேனே என்னுடைய உலகம் தனி விடாம ஓடி படாம ஆடி நிலாவ மீறி வினாவ சூடி பராரி போல பித்தேறி வாடி தொலாவி கூடி தொலாவி தேடி அனாதி பார்த்த அஞ்சு வண்ண பூவே அஞ்சு வண்ண பூவே உள்ளிருந்து பேசும் ஒத்த குரல் போதும் பிஞ்சு விரல் எங்க கொஞ்சம் குரல் எங்க அஞ்சுகமே கண்ணே அஞ்சுகமே கண்ணே அஞ்சு வண்ண பூவே